ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഒരു ക്ലോക്കിലെ 9, 2, 6 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണത്തിൻ്റെ കോണളവുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക്, നമുക്കിവിടെ തന്നിട്ടുണ്ട്. 9, 2, 6 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് നോക്കുക. 9, 2, 6. അപ്പോൾ ഇത് യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടും. ഇതിലെ ഈ 3 കോണുകളുമാണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ ക്ലോക്ക് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഓരോ 5 മിനിറ്റിലും 30 ഡിഗ്രിയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 2ഉം 3ഉം തമ്മിലുള്ള ആ ഒരു കോണളവ് എത്രയാണ്? 30 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് 3നും 4നും ഇടയിൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. 4നും 5നും ഇടയിൽ 30 ഡിഗ്രി, 5നും 6നും ഇടയിൽ 30 ഡിഗ്രി. അപ്പോൾ ഓരോ 5 മിനിറ്റിലും 30 ഡിഗ്രിയാണെന്ന് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കുകയാണ്. ഈ ഒരു വശം നമ്മൾ ആദ്യം തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു വശം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4. അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രി ഉണ്ട്? 4 × 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 120ൻ്റെ പകുതിയായിരിക്കും. 120ൻ്റെ പകുതി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ വശം നോക്കാം. ഈ വശം നോക്കുകയാണെങ്കിൽ ഈ ഒരു വശത്ത് എത്ര ഡിഗ്രി ഉണ്ട് ടോട്ടൽ നമുക്ക് നോക്കാം. 1, 2, 3. അപ്പോൾ 3 × 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രീൻ്റെ പകുതി കാണുക. 90 ഡിഗ്രീൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ 45 ഡിഗ്രി ആയിരിക്കും ഈ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ. അത് ഈ ആംഗിളാണല്ലോ. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് ഈ ഒരു ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ കാണാനായിട്ട് നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വശം ഇതാണ്. അപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ ഡിഗ്രി ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5. അപ്പോൾ 5 × 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. അപ്പോൾ 150ൻ്റെ പകുതി കാണുക. 150ൻ്റെ പകുതി എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. 75 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്ന കോണളവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ത്രികോണത്തിൻ്റെ 3 കോണളവുകളും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യനും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ആൻസർ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.